എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്മിതൂസ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഈസ്റ്റർ പെരുന്നാൾ ആശംസിക്കുന്നു. നാളെ ഈസ്റ്റർ ദിനത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ നല്ല പഞ്ഞി പോലെ സോഫ്റ്റായിട്ടുള്ള സന്നാസ് അപ്പം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ. അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് പച്ചരി കുതിർത്ത് വയ്ക്കണം. ഞാനിപ്പോൾ 3 ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട്. ഇത് കഴുകി വൃത്തിയാക്കിയ ശേഷം 5-6 മണിക്കൂർ നേരം വെള്ളത്തിൽ കുതിർത്ത് വെക്കുക. അത് കഴിഞ്ഞ ശേഷം മാത്രമേ അരച്ചെടുക്കാൻ പാടുള്ളൂ. ഈ ഒരു സന്നാസ് അപ്പം പല രീതിയിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാം. ചിലർ ഈ പച്ചരിയിലേക്ക് തന്നെ 2-3 ടേബിൾ സ്പൂൺ ഉഴുന്നും കൂടി ഇട്ട് അരച്ചെടുക്കും. അരി അരയ്ക്കാൻ തുടങ്ങുന്ന സമയത്തിന് മുൻപ് നമുക്ക് ഒരു ഗ്ലാസ് എടുക്കണം. ഈ ഗ്ലാസ്സിലേക്ക് ചെറു ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ മാത്രമാണ് ഈസ്റ്റ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നന്നായി യോജിപ്പിച്ചെടുക്കണം. 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് വേണം യോജിപ്പിച്ചെടുക്കാൻ. എന്നിട്ട് നമുക്കിത് അടച്ച് മാറ്റി വയ്ക്കാമേ. ഈ സമയം കൊണ്ട് നമുക്ക് അരി അരച്ചെടുക്കാം. ഞാൻ പറഞ്ഞു 5 അല്ലെങ്കിൽ 6 മണിക്കൂർ നേരമെങ്കിലും അരി കുതിർത്ത് വെച്ച ശേഷം മാത്രമേ അരയ്ക്കാവൂ. ഞാനിപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഏത് ഗ്ലാസ്സിനാണോ അരി അളന്നെടുക്കുന്നത് ആ സെയിം ഗ്ലാസ്സിന് തന്നെ 2 കപ്പ് തേങ്ങ, ഞാനിപ്പോൾ 3 ഗ്ലാസ് അരിയാണ് ഇട്ടിരിക്കുന്നത്, അതിന് 2 കപ്പ് തേങ്ങയാണ്, 2 ഗ്ലാസ് തേങ്ങയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നല്ല ഫ്രഷായിട്ടുള്ള പച്ച തേങ്ങ തന്നെ ഇട്ട് കൊടുക്കണം. ഇതിലേക്ക് വെള്ളമല്ല ഒഴിച്ചു കൊടുക്കുന്നത്, തേങ്ങാവെള്ളമില്ലേ അത് തന്നെ വേണം ഒഴിച്ചു കൊടുക്കാൻ. കുറച്ച് ഒഴിച്ചു കൊടുത്ത് മാവ് നല്ല കട്ടിയായിട്ട് തന്നെ അരച്ചെടുക്കണം. ഒട്ടും ലൂസാകാൻ പാടില്ല. നമ്മൾ വട്ടയപ്പത്തിലൊക്കെ അരച്ചെടുക്കത്തില്ലേ ആ ഒരു രീതിക്ക് തന്നെ അരച്ചെടുക്കുക. എന്നിട്ട് രണ്ടാമത്തെ ബാച്ച് ഞാൻ ഇട്ട് കൊടുക്കുന്ന സമയത്ത് അതിലേക്ക് 1 കപ്പ് തേങ്ങയും കൂടി ഇട്ട് കൊടുത്തു. ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം. ഇനി പഞ്ചസാര വേണ്ട എന്നുള്ളവർക്ക് അത് ഒഴിവാക്കാവുന്നതാണ്. എന്നിട്ട് കുറച്ച് തേങ്ങാവെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് അരച്ചെടുക്കുകയാണ്. അങ്ങനെ 2 ബാച്ചായിട്ട് ഞാൻ അരച്ചെടുത്തു. ഇനി മിക്സിയുടെ ജാറൊന്ന് ചൂടാകുന്നുണ്ടെങ്കിൽ ഐസ് ക്യൂബ് ഇട്ട് അരച്ചെടുക്കുക കേട്ടോ. അരച്ചെടുത്ത് കഴിഞ്ഞ ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ ഈസ്റ്റിൻ്റെ മിക്സില്ലേ അതും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. ഞാനിപ്പം ആ ഈസ്റ്റൊക്കെ ചേർത്ത് നല്ലതായി യോജിപ്പിച്ച് ഇനി നമുക്ക് ഇത് അടച്ച് വെക്കണേ. അത് ഒരു 3 മണിക്കൂർ നേരം മാത്രം മതി. ഓരോ സ്ഥലത്തെ കാലാവസ്ഥ അനുസരിച്ചിരിക്കും. അന്നേരം ഒന്ന് നോക്കുക. നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന മാവിൻ്റെ ഡബിൾ സൈസ് ആകുന്ന സമയത്ത് നമുക്കതിനെ അപ്പം തയ്യാറാക്കാൻ തുടങ്ങാവുന്നതാണ്. എനിക്കിപ്പം കറക്റ്റ് 3 മണിക്കൂറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കണ്ടോ, ആ മാവെല്ലാം പൊങ്ങി അതിൻ്റെ ഡബിൾ സൈസായി വന്നിട്ടുണ്ട്. ഇനി ഇത് ഒരുപാടിട്ടങ്ങ് മിക്സ് ചെയ്ത് അങ്ങ് യോജിപ്പിച്ചെടുക്കരുത്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. അധികം കട്ടിയില്ലാതെ തന്നെ, അതായത് ഹാർഡായിട്ടല്ലാതെ സോഫ്റ്റായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് അപ്പം തയ്യാറാക്കാൻ തുടങ്ങാം. ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇഡ്ഡലി തട്ട് വെച്ചു. ഇതിലേക്ക് കുഴിയൽ പോലുള്ള പാത്രം ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി. അതിലാണ് തയ്യാറാക്കേണ്ടത്. ഇങ്ങനെ നമുക്കിനി ഒരു 10 മിനിറ്റ് നേരം മാത്രം വേവിച്ചെടുത്താൽ മതിയേ. കറക്റ്റ് 10 മിനിറ്റ് ആകുമ്പോൾ നമുക്കിത് വെന്ത് കിട്ടും. അങ്ങനെ വളരെ ടേസ്റ്റ് ആയിട്ടുള്ള നല്ല സോഫ്റ്റായിട്ടിരിക്കുന്ന പഞ്ഞി പോലെ ഇരിക്കുന്ന സന്നാസ് അപ്പമാണ്. എല്ലാവരും ഈ ഒരു ഈസ്റ്റർ സ്പെഷ്യൽ ഒന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ. ഇതിൻ്റെ കൂടെ ചിക്കൻ കറിയോ ബീഫ് കറിയോ എന്തുണ്ടെങ്കിലും വളരെ ടേസ്റ്റി ആട്ടോ. ഇന്നത്തെ ഈ ഒരു അപ്പത്തിൻ്റെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.